എത്രയോ IQ ടെസ്റ്റ് റിസൾട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ കുട്ടികൾ പഠിച്ചുന്നതങ്ങളിലെത്താൻ ഒരു തടസ്സവും ഇല്ലാത്തത്, ഉയർന്ന ഹോസ്പിറ്റലുകളിൽ നിന്ന് IQ കുറവാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഞാൻ പറയുന്നു, എൻ്റെ ബഹുമാന്യരായ അധ്യാപകരോട് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിലെ വേദനയിൽ ചാർത്തിയ വാക്കുകളോടെ ഞാൻ പറയുന്നു, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒരിക്കലും നിങ്ങൾ കുട്ടികളുടെ IQ ടെസ്റ്റ് ചെയ്തവരെ ഇകഴ്ത്തരുത്, തായോട്ടിറക്കരുത്. സപ്പോർട്ട് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? ജസ്റ്റ് ഒരു വാക്ക് മതിയാകും അവരുന്നതങ്ങളിലെത്താൻ. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഞാൻ ഇതുപോലെ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ടീച്ചർ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരച്ചിലുകൾക്കിടയിൽ പറഞ്ഞു തീർത്തു, സാറേ, 6ാം ക്ലാസ് വരെ എന്നെ എല്ലാ ടീച്ചേഴ്സും പൊട്ടത്തി എന്ന് വിളിക്കുമായിരുന്നു. പൊട്ടത്തി എന്ന് നിരുപാധികം പറഞ്ഞാൽ എൻ്റെ പേരാണ്. അത്ര പോലും എനിക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല വെള്ളരി മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിലെ ഒരു ടീച്ചർ എന്നോട് കനിഞ്ഞു. എൻ്റെ എഴുത്ത് കാണാൻ ഭംഗിയുള്ളതാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ എഴുത്തിൽ കഴിയെഴുത്തു മത്സരം നടത്തി എനിക്ക് എഴുത്തിന് ഫസ്റ്റ് കിട്ടി. ആ ടീച്ചർ എന്നെ എഴുന്നേറ്റ് നിർത്തിയിട്ട് അഭിനന്ദിച്ചു, എനിക്ക് സമ്മാനം തന്നു. 6ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഡിഗ്രി വരെ പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. ടീച്ചർ പറഞ്ഞ കൗതുകം അവിടെയുമല്ല, സാറേ, അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഞാൻ എവിടെ നിന്നാണ് ഈ ഉയർന്നത്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് 6ാം ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ ഒരു ടീച്ചറുടെ ഇടപെടലാണ് എന്നെ ഇന്നൊരു ടീച്ചറാക്കിയത്. ഇന്ന് ഈ സ്കൂളിലെ മികവുറ്റ ടീച്ചറാണ് ഞാനെന്ന് ആ ടീച്ചർ കൗതുകത്തോടെ പറയുമ്പോൾ മുഴുവൻ സഹാധ്യാപകരും ആ ടീച്ചറുടെ വാക്കുകളെ കൈയടിച്ച് ശരിവെക്കുകയായിരുന്നു. ഞാൻ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കുണ്ടാകും ഇത്തരം അനുഭവങ്ങൾ. സ്ലോ ലേണേഴ്സിനെ ഉയരങ്ങളിലെത്തിക്കാൻ നമ്മളായിട്ട് വലിയ പാടൊന്നും പെടേണ്ടതില്ല. സപ്പോർട്ട് ചെയ്യാനുള്ളൊരു വാക്ക്, അവരോടുള്ള മനോഭാവം. ഒരു കുട്ടിയിൽ ദുസ്വഭാവം കാണുമ്പോൾ ഈ ദുസ്വഭാവത്തിൻ്റെ പേരിൽ കുട്ടിയെ അടച്ചാക്ഷേപിച്ച് കുട്ടിക്ക് നല്ലൊരു ലേബൽ കൊടുത്ത്, നെഗറ്റീവ് ലേബൽ കൊടുത്ത് ചാർത്തി മാറ്റി നിർത്തുന്നതിന് പകരം ഒരന്വേഷിക്കുന്ന മനസ്സ്. ഫ്രം വേർ, ഇതെവിടെ നിന്ന് വന്നതാണ്, എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രശ്നം വന്നത് എന്നന്വേഷിക്കുന്ന ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സ്, അതെങ്കിലും നമുക്ക് അധ്യാപകർക്ക് വേണ്ടേ? പ്ലീസ്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടിയെയും നിങ്ങൾ മാറ്റി നിർത്തി നശിപ്പിക്കരുത്. ഇടപെടാനൊരു അവസരമുണ്ടോ എന്നന്വേഷിക്കുന്ന മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും, 1000 വട്ടം ഞാൻ പറയുന്നു, തീർച്ചയായും ആ കുട്ടിയിൽ ഒരു നല്ല മനുഷ്യനെ നിങ്ങൾ കാണും. അതിൻ്റെ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ദുഷിച്ച പശ്ചാത്തലത്തിലെ ഏറ്റവും ദുഷിച്ചൊരു ഡിവിഷൻ, ആ ഡിവിഷനിലെ അവസാനത്തെ ദുഷിച്ച കുട്ടിയും നന്നാകുന്നതിൻ്റെ പിക്ചർ ഇത് നിങ്ങൾ കരുതരുത് ഒറ്റപ്പെട്ടൊരു സംഭവമാണെന്ന്. ഇങ്ങനെ ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ബഹുമാന്യരായ അധ്യാപകരോട് ഇത്ര സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ സംസാരിക്കുന്നത്. ഈ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുതെന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് ഈ നിമിഷം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഏത് പഠന പിന്നോക്കക്കാരിലും, ഏത് ദുഷിച്ചവനാണെന്ന് മുദ്ര കുത്തപ്പെട്ടവരിലും അവൻ്റെ അടിയിലുണ്ട് ഒരു യഥാർത്ഥ നന്മ. ആരൊക്കെയോ അതിൻ്റെ മേലെ വരച്ചു വെച്ച വരകളല്ല, നിങ്ങളുടെ പവിത്രമായ കൈ കൊണ്ടൊന്നുരച്ചാൽ, ഒന്ന് തടവിയാൽ അത് മാഞ്ഞുപോകും. അതിൻ്റെ അടിയിൽ നിന്നൊരു നല്ല മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത് കാണാൻ കഴിയും. ആ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ മതിയാകും ജീവിതാന്ത്യം വരെ ഈ ഹൃദയത്തിൽ ആത്മനിർവൃതിയോട് ഓർത്തെടുക്കാൻ ഒരൊറ്റ മനുഷ്യൻ മതിയാകും. അതുകൊണ്ട് ഈ അധ്യാപന ജീവിതത്തിൽ നമുക്ക് ഈ കാഴ്ചപ്പാടും ഈ മനോഭാവം ഉണ്ടാകണമെന്ന് ഞാൻ ഈ സമയം എൻ്റെ ബഹുമാന്യരായ സഹപ്രവർത്തകരോട്, അധ്യാപക സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും അപേക്ഷിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇടപെടാനുള്ള അവസരങ്ങളാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാകുന്ന സമയത്ത്, അടുത്ത ലഞ്ചിന് ശേഷമുള്ള സമയമാകുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ കാര്യമായി ഇടപെടാൻ തന്നെ സമയം ഉപയോഗിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുക. ഇപ്പോഴും നിങ്ങൾക്ക് ഇടപെടാം, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാം. ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല അനുഭവം ഉണ്ടാകുക. അനുഭവം എപ്പോഴും മറുവശത്താണ് ഉണ്ടാകുക. പക്ഷെ ആ അനുഭവങ്ങൾ മുന്നിൽ വെച്ച്
നല്ലൊരു ഡിബേറ്റ്, നല്ലൊരു ചർച്ച, നല്ലൊരു ഇടപെടൽ, അതാണ് ആവശ്യം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. അല്ലെങ്കിൽ എൻ്റെ സംസാരം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ക്ലാസ് മാറിയിട്ടൊന്നും ഉണ്ടാവില്ല, ക്ലാസ് അവിടെ തന്നെ ഉണ്ടാകും. അവിടെ മാറ്റം വരണമെങ്കിൽ നിങ്ങളുടെ റിയൽ എക്സ്പീരിയൻസ് ലേണിംഗ് മെറ്റീരിയൽ ആകണം. ഉദാഹരണത്തിന്, സാറേ 10ാം ക്ലാസ്സിലെ കുട്ടികൾ നന്നാകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പകരം എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇന്നതാണ്. ഇത്ര കുട്ടികൾ, 30 കുട്ടികളുണ്ട്. ഈ 30 കുട്ടികളിൽ ഇന്ന കുട്ടിക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട്, ഇത് ഞാൻ എങ്ങനെ പരിഹരിക്കണം? അല്ലാത്ത ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യന് ഞാൻ എന്താ മറുപടി പറയാ? നിങ്ങൾ നല്ല സ്നേഹം കൊടുക്കണം. അപ്പോൾ അവർ സ്വാഭാവികമായും മനസ്സിൽ ചിന്തിക്കും, അപ്പോൾ ഇതുവരെ സ്നേഹിച്ചൊന്നും സ്നേഹമല്ലേ? ഉത്തരമാവില്ല. എനിക്കത് ഉത്തരമാണ്, കാരണം എൻ്റെ അനുഭവമാണ്. അതേസമയം റിയൽ എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. ഞാൻ പേർട്ടിക്കുലർലി അവിടെ മുഅയ്യനൻ, ആ നിശ്ചിത വ്യക്തിയിൽ തന്നെ അവിടെ ഇഫക്റ്റീവായ മെത്തഡോളജീസ് അല്ലെങ്കിൽ അവിടെ ഇടപെടേണ്ട രീതികൾ ഞാൻ പറയും. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകും, കൂടുതൽ ഇടപെടാനുള്ള ആത്മവിശ്വാസം നൽകും. ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ മാറാം എന്ന് നിങ്ങളുടെ മനസ്സാക്ഷി കൂടെ നിൽക്കും. അവിടെ കുറച്ചുകൂടി പ്രതീക്ഷ ഉണ്ടാകും. അതിലേതിലും എഴുത്തുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയാസം ഉണ്ടാകുന്ന കാലമാണിത്. കാരണം എന്താ? എഴുത്തിൻ്റെ അനുഭവം കുറയുന്നു. പഴയ കാലത്ത് എഴുതി അത്ര എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ തന്നെയും ഇപ്പം പലരും കുറച്ച് സമയം എഴുതുമ്പോൾ ഉടനെ മൊബൈലെടുത്ത് ടൈപ്പ് ചെയ്ത് വെക്കും. കാരണം എന്താ? ടൈപ്പ് ചെയ്താൽ എപ്പോഴും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ വരെ ചാൻസ് ഉണ്ട്. ഒരു ഇമെയിലിലോ മറ്റോ അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്റ്റോറേജ് എന്നും സുതാര്യമാണ്. അങ്ങനെ ധാരാളം അവസരമുണ്ട്. സ്വാഭാവികമായും എഴുത്ത് കുറയുമ്പോൾ ചിലപ്പോഴൊക്കെ അത് എഴുത്തിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അവിടെ എല്ലാം പരിഹാരങ്ങളുണ്ട്. എഴുത്തിന് മാത്രമല്ല, എല്ലാറ്റിനും പരിഹാരമുണ്ട്. എഴുത്തിൻ്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധ വേണ്ടത്, എഴുത്തിനെക്കുറിച്ച് ആദ്യം നാം അധ്യാപകർ പഠിക്കണം. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ആകെ അത്രയേ എഴുത്തുള്ളൂ, ലെറ്റേഴ്സുള്ളൂ. ഈ ലെറ്റേഴ്സേ നിങ്ങൾ എത്ര കോടിക്കണക്കിന് എഴുതിയാലും ഈ ലെറ്റേഴ്സേ വരുള്ളൂ. പക്ഷെ ആ ലെറ്റേഴ്സിൻ്റെ പരമാവധി വ്യത്യസ്തതകൾ ഏതൊക്കെ രീതിയിൽ വരാം എന്നതിനെക്കുറിച്ച്, അതിൻ്റെ റോൾസിനെ കുറിച്ച് പഠിച്ചു വെച്ചാൽ, പറവിയിലാണെങ്കിൽ ആകെ 28 അക്ഷരങ്ങളെ വരുള്ളൂ. അതിൻ്റെ വ്യത്യസ്തതകൾ മാക്സിമം കൗണ്ടിൽ വന്നാൽ എത്ര വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഇത്ര ദിവസം കൊണ്ട് പരിപോഷിപ്പിച്ചെടുക്കാമെന്നതിന് റൂൾസ് ഉണ്ട്, കൃത്യമായി അതിന് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ് നാം അധ്യാപകർക്ക് അറിയണം. അത് നമ്മൾ അറിഞ്ഞതിന് ശേഷം അതുകൂടി നമ്മുടെ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്നാൽ, അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുട്ടികളുടെ എഴുത്തിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാം. എന്നാൽ പ്രത്യേകമായി ചില കുട്ടികളുണ്ടാകും എഴുത്തിൻ്റെ സമയത്ത് പ്രയാസപ്പെടുന്നവർ. അവിടെ മുൻധാരണയില്ലാതെയാണ് ഇടപെടേണ്ടത്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഡിസ്ഗ്രാഫിക്കായ ഒരു കുട്ടി, ഡിസ്ഗ്രാഫിയുള്ള ഒരു കുട്ടി, എഴുത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തീർത്തും ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് വിധി എഴുതാൻ പാടില്ല. അങ്ങനെയും കുറേ വിഷയമുണ്ട്. ഈ പിന്നോക്കാവസ്ഥ പറയുമ്പോൾ അതിലെ ബിഹേവിയറൽ ഏരിയയാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ശ്രദ്ധയില്ലാത്ത ചില മക്കൾ, അറ്റൻഷൻ സ്പേം കുറവുള്ള മക്കൾ. മറ്റൊന്നാണ് അറ്റൻഷൻ കുറവുണ്ട്, സ്പേം കുറവാണ്, പ്ലസ് ആ കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാകും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതിന് നമ്മൾ പറയുന്നത് ഇത് സിംറ്റം മാത്രമാണ്. പക്ഷേ നമ്മൾ ഈ ക്ലാസ് കേട്ടാൽ നമ്മൾ എന്ത് പറയുമെന്നറിയോ? ഒരു കുട്ടിക്ക് ക്ലാസ് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, വികൃതിയുണ്ട്, ഉടനെ നാം പാസ്സാക്കി അവൻ ADHD ആണ്, ഹീസ് വിത്ത് ADHD. ഇതൊരു തെറ്റാണ്, ഇതൊരു അറിവില്ലായ്മയാണ്. അതിൻ്റെ ഭവിഷ്യത്തും വളരെ വലുതാണ്. കാരണം ADHD എന്ന് ഒരു കുട്ടിയെപ്പറ്റി സ്പെസിഫൈഡായിട്ട് പറയാൻ പറ്റണമെങ്കിൽ എന്തൊക്കെ വേണമെന്നറിയോ? 7 വയസ്സിന് മുമ്പ് 6 മാസം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൃത്യമായി റെമഡികൾ ചെയ്തിട്ട് പരിഹാരം കാണാതിരുന്നാൽ ആ കുട്ടിയെപ്പറ്റി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സർട്ടിഫൈ ചെയ്യേണ്ടതാണ്, ഹീസ് വിത്ത് ADHD. പക്ഷെ നമ്മൾ കണ്ട കുട്ടികളെല്ലാം ADHD ആണെന്നാണ് പറയാൻ. എൻ്റെ ക്ലാസ്സിലും ഉണ്ട് ADHD. തികഞ്ഞ അജ്ഞതയാണിത്. പല പ്രഗത്ഭരും ഈ അജ്ഞത പബ്ലിക്കിൽ വിളമ്പുന്നുണ്ട്.
അതുകൊണ്ടൊന്നും ഈ സമയം രാത്രിയാകൂല, ഇത് ഉച്ച മാത്രമാണ്. ഇത് ഉച്ചക്ക് 12:30 മണിയാണ്. ഏത് ഉന്നതങ്ങളിലുള്ളവൻ ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാലും രാത്രിയാകൂല, ഇത് പകല് തന്നെയാണ്. നമ്മൾ ADHD ആണെന്നൊരു കുട്ടിയെ പറ്റി പറയുമ്പോൾ ഭവിഷ്യത്ത് എത്രയാണെന്നറിയോ? ആ കുട്ടിക്ക് ADHD ഉള്ള കുട്ടിക്ക് ഇന്റർവെൻഷൻ ഉണ്ട്. എന്താ ഇന്റർവെൻഷൻ? ഫേംനെസ് വിത്തൗട്ട് ആങ്കർ. ഒരു കുട്ടിക്ക് അവനെ സ്നേഹിച്ചിട്ട് സ്നേഹം ബോധ്യപ്പെട്ട ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ കൂടെ നിന്നിട്ട് ഫേമായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ആ ഹെൽപ്പിൽ അവന് മാറാൻ കഴിയുമെന്നാണ്. ഫോർ എക്സാമ്പിൾ, ADHD ആയ ഒരു കുട്ടിയെ നമ്മൾ എഴുതാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. മോനോട് ചോദിച്ച് എഴുതാൻ പഠിപ്പിക്കണം. ആ സാർ പഠിപ്പിച്ചു തരി. എപ്പോൾ പഠിപ്പിക്കുന്നത്? ഇതാ 10 മണി മുതൽ 10:40 വരെ. നീ ഓക്കെ ആണോ? ഓക്കെ, ഞാനും ഓക്കെ. നമ്മൾ പഠിക്കുകയല്ലേ? ഓക്കെ. 10 മണിക്ക് നമ്മൾ പഠിക്കാനിരുന്നപ്പോൾ ഇവൻ പറയാൻ തുടങ്ങി, സാറേ എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ 10 മണി മുതൽ 10:40 വരെ പഠിക്കാൻ തീരുമാനിച്ചു, നമുക്ക് അത് കഴിഞ്ഞിട്ട് മൂത്രമൊഴിക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇവൻ പറഞ്ഞു, സാർ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. ഇപ്പം നമ്മൾ 10 മണി മുതൽ 10:40 വരെ പഠിക്കാനിരിക്കുകയാണ്. മോനിരിക്ക്, നമുക്ക് എഴുതിയിട്ട് പഠിക്കാം വെള്ളം കുടി. അപ്പോൾ കുട്ടിയുടെ സ്വഭാവം മാറും. നമ്മൾ അതിൻ്റെയും മുമ്പ് രോഗി ആകരുത് കേട്ടോ. നിന്നോടല്ല മലയാളത്തിൽ പറഞ്ഞ് നേരത്തെ നമ്മൾ ഒന്നിച്ച് തീരുമാനിച്ചതല്ലേ, ഇപ്പം തന്നെ സ്വഭാവം മാറുക എന്ന് പറയരുത്. നിങ്ങൾ ഇമോഷണലാകരുത്. നിങ്ങൾക്ക് ഫേംനെസ് വേണം, വിത്തൗട്ട് ആങ്കർ. ദേഷ്യമില്ലാത്ത നിലപാട് വേണം. അപ്പോൾ കുട്ടി പറയാൻ തുടങ്ങി, അല്ല സാറേ നിങ്ങളെന്തെങ്കിലും വെറുപ്പിക്കല്. മോനെ ഇരിക്കും മോനെ, നമുക്ക് 10 മണി മുതൽ 10:40 വരെ നമ്മൾ തീരുമാനിച്ചതാണ് എഴുതാൻ പഠിക്കാൻ പോകണം. അപ്പോൾ അവനങ്ങനെയൊക്കെയോ തിരിഞ്ഞ് മറിഞ്ഞ് കളിച്ച് അപ്പോൾ പിന്നെയും തുടങ്ങും. അത് സാറേ മൈന പോകുന്നതുണ്ടോ, അത് അങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോഴും നമ്മളവിടെ നിൽക്കണം, സ്റ്റാൻഡിൽ നിൽക്കണം. ഇതാണ് ADHDയോടുള്ള ഇൻ്റർവെൻഷൻ്റെ രീതി. അവസാനം കുട്ടി ശപിക്കുകയൊക്കെ ചെയ്യും. എല്ലാം കഴിഞ്ഞ് 10:40 ആയപ്പോൾ അപ്പം നമ്മൾ കുട്ടിയെ അണച്ചുകൂട്ടി, യു ആർ ഗുഡ്, നല്ല മോൻ. 40 മിനിറ്റ്, 20 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ 20 മിനിറ്റ് ഈ കുട്ടിയുടെ കൂടെ ഇരുന്ന് നമ്മൾ ഈ ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത ഈ നിലപാടുകളിൽ കുട്ടിയുടെ കൂടെ ഇരുന്നാൽ ആ കുട്ടിക്ക് എന്തൊരു സ്നേഹമായിരിക്കും എന്നറിയോ? ഭയങ്കര സ്നേഹമായിരിക്കും. ഇത്തരം കുട്ടികളെ ഒരിക്കലും അടക്കി ഇരുത്തരുത് കേട്ടോ. അത് മറ്റൊരു ക്രൂരതയാണ്. ഇവരുടെ ഒരു സയൻസ് എന്താ അറിയോ? ഇവരുടെ സയൻസ്, ഈ സിംറ്റമുള്ള കുട്ടികൾക്ക് ഓക്സിജൻ ആക്സസ് ചെയ്യാൻ സാധ്യത കുറയും. ഞാനിത് പറയുമ്പോൾ കുറേ വിഷയങ്ങൾ പറയണം. നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ദീർഘദൂര യാത്രകൾ. ഈ ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മോഷനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കഴിച്ച ഫുഡിനനുസരിച്ച് വിസർജ്യം ഉണ്ടാകാത്ത അവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈസിറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ശ്വസിക്കുന്ന ഈ ഓക്സിജൻ ഏരിയ ഇത് മാറുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഹൈ വോള്യം എനർജി ഇൻവെസ്റ്റ് ചെയ്യണം ബോഡിയുടെ വർക്ക് നടത്താൻ. എന്തേ? ഈ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ശ്വസനവായുവിൽ നിന്ന് ഓക്സിജൻ ലങ്സിലേക്ക് എടുത്ത് അത് ബ്ലഡിലേക്ക് ആക്സസ് ചെയ്ത് എടുക്കുന്ന വർക്കാണ് ഭയങ്കര പണി. എന്തിനേക്കാൾ ഈ സമയത്ത് നിങ്ങളുടെ ഈ സ്റ്റൊമക്കിൽ നിന്ന്, ആമാശയത്തിൽ നിന്ന് നന്നായിട്ട് വലിച്ചെടുക്കണം ഈ ന്യൂട്രിയൻസ്. നിങ്ങളുടെ ഈ ഇതിൽ നിന്ന് ആവശ്യമായ എനർജികൾ വലിച്ചെടുക്കണം. ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് വയറിൽ പിന്നൊന്നും കാണൂല. എന്നാൽ ഈ കുട്ടികൾക്ക് സമാനമായ അവസ്ഥയാണ് നോർമലി. അതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായിട്ട് ഓക്സിജൻ ഇതുപോലെ ഈ പ്രോസസ്സിങ്ങിൽ കൃത്യമായി ആക്സസിങ് നടക്കണമെങ്കിൽ എന്തു വേണം? കുട്ടിക്കൊന്ന് ഓടണം. ഇത്തരം മക്കൾക്ക് നിങ്ങൾ വല്ലപ്പോഴും പഠിപ്പിക്കാനൊക്കെ ഉള്ള പ്രത്യേക ക്യാമ്പുകളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാവുന്ന ഒരു ബെറ്റർ ആക്ടിവിറ്റി എന്താ അറിയാം? നല്ല ഒരു നാച്ചുറൽ സ്പേസിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക. അവർക്കിഷ്ടപ്പെടുന്ന കുറച്ച് കളികൾ, നീന്തുക, ഓടുക, മരങ്ങളിൽ കയറുക, ഇത്തരം സംഗതികൾക്ക് നന്നായി ചലനാത്മകമാകാൻ അവസരം കൊടുക്കുക. അതിനുശേഷം പഠിക്കാൻ അവസരം കൊടുത്തു നോക്കൂ, പഠിക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ ആദ്യം തീരുമാനിച്ചു ഇവനൊരു കുഴപ്പക്കാരനാ. നോ, അവന് കുഴപ്പമില്ല. അവൻ ഈ പ്രപഞ്ചത്തിലൊരു സ്പെഷ്യൽ മാത്രമാണ്. നമ്മളെപ്പോലെയോ നമ്മളെ മേലെയോ ഉള്ളൊരു സ്പെഷ്യലാണവൻ. അവന് ന്യൂനതയുമില്ല.
അവനെ കാണാനുള്ള കണ്ണില്ലാത്ത നമുക്കേ ന്യൂനതയുള്ളൂ. അവനും ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന സേവനങ്ങളുടെയും സമർപ്പണങ്ങളുടെയും കോൺട്രിബ്യൂഷൻ്റെയും വലുപ്പം നമ്മളെ അപേക്ഷിച്ച് പലപ്പോഴും അവർ വലിയവരാ. അതുകൊണ്ട് പ്ലീസ് അവരെ കാണാൻ പറ്റിയാൽ, ഞാൻ പറഞ്ഞത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിട്ടിയത് വെച്ച് ആരെയും ആക്രമിക്കരുത്, കിട്ടിയത് വെച്ച് ആരെയും നശിപ്പിക്കരുത്. അതെന്തിനേ ഉപയോഗപ്പെടാവൂ, സഹായിക്കാനേ ഉപയോഗപ്പെടാവൂ, തിരിച്ചായി പോകരുത്. പഠിക്കുമ്പോഴേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവൻ ആ കുഴപ്പം ഇവൻ ഈ കുഴപ്പം, സർട്ടിഫിക്കറ്റും കൊടുത്തു. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നശിക്കുന്നത് എത്ര മക്കളാണെന്നറിയാം. ഞാനിത് പറയുമ്പോൾ ഒരു ദിവസം വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ 3, 4, 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ADHD ആണോ? സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പരിഹാരം ഉണ്ടാകും. അങ്ങനെ അതിടെയുള്ള അധ്യാപകൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങളെ ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ്ങിൽ കുറച്ച് സെഷൻ ലീഡ് ചെയ്യും, അത് പങ്കെടുത്തു. അവിടെ ഒരു സങ്കടം ഉണ്ടായി. എന്താ? ഈ അധ്യാപകൻ ഈ കുട്ടിയോട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ ഒന്നൊന്നായി കുറഞ്ഞു വന്നു. അതിനിടയിലൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ഈ കുട്ടി അവർ താമസിക്കുന്ന AC ഉള്ള 8 ആൾ താമസിക്കുന്ന ഒരു റൂമിൽ ഈ ഫ്ലോറിൽ സർഫ് പൊടിയിട്ട് വെള്ളമൊഴിച്ച് കഴുകുകയാണ്. അപ്പോൾ കഴുകുന്ന സമയത്ത് ബാക്കിയുള്ള 7 പേര് അപ്രതീക്ഷിതമായി കടന്നു വന്നു. തലങ്ങും വിലങ്ങും 7 ആളും വീണു. ചിലരെ തല അടിച്ചുപോയി, ചിലരെ പുറം അടിച്ചുപോയി, ചിലരെ കൈ അടിച്ചുപോയി. ആകെ പ്രശ്നമായി. അപ്പോൾ ഈ കുട്ടിയെപ്പറ്റി ബാക്കിയുള്ളവർ പ്രശ്നം ഉന്നയിച്ചു. കാരണം ഇത് രക്ഷിതാക്കൾക്ക് പ്രശ്നമാവുള്ളെന്നുള്ള പേടി കൊണ്ട് പ്രശ്നം ഉന്നയിച്ചു. ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നു. അയാൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഈ കുട്ടി ADHD ആണ്, ഉടനെ പുറത്താക്കണം. അങ്ങനെ കുട്ടിയെ പുറത്താക്കിയിട്ട് കുട്ടി പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ പിതാവ് ഈ സ്ഥാപനത്തിലെ ഈ ഹെഡിനോട് പറഞ്ഞു, ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും അന്വേഷിച്ചു, എത്ര ക്യാഷ് വേണമെങ്കിലും എൻ്റെ പറമ്പും സത്തും മുഴുവനും വിറ്റിട്ടാണെങ്കിലും ഈ കുട്ടിയൊന്ന് പഠിക്കാൻ എന്ത് ചെലവഴിക്കാനും ഞാൻ സന്നദ്ധമാണ്. ഇവിടെ 4 ലക്ഷം 5 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം ചെലവഴിച്ചു. ഇപ്പം നിങ്ങൾ പറയുന്നു എൻ്റെ മകൻ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, തിരിച്ചയക്കണം, ഞാൻ കൊണ്ടുപോകാം. എവിടെയെങ്കിലും എൻ്റെ മോനെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാ, എൻ്റെ നാവ് അന്ന് ആ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആ പിതാവിൻ്റെ ഒരു വാക്ക് എനിക്കെന്നെൻ്റെ ഉറക്കം കെടുത്തി. എന്തുകൊണ്ടെന്നറിയോ? ഈ മകനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലുള്ള ആൻസർ എന്താണെന്ന് അദ്ദേഹത്തിന് നേരിട്ടറിയാം. അദ്ദേഹം അത് അനുഭവിച്ചു. മോനോട് ചോദിച്ചു, എന്താ മോൻ ചെയ്തത്? മോൻ പറഞ്ഞു, 2-3 ദിവസമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആൾക്കാർ ക്ലീൻ ചെയ്തില്ല. അത് പറഞ്ഞിട്ടൊരു കുഴപ്പമുണ്ടാക്കിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ കടന്നു വന്നത്. ഇവർ കടന്നു വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഒരിക്കലും ഞാൻ മോശമായി ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഇത് ചെയ്യാനുണ്ടായ കാരണം കൂടി പറയാം. തൊട്ടു മുമ്പുള്ള ദിവസം ഇവരെല്ലാവരും കൂടി കളിക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ സാറ് കളി മുടക്കി. അപ്പോൾ ഈ കുട്ടികൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഒന്ന് ഞങ്ങൾക്ക് സമയം തരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ നിശ്ചയിച്ചതും അതിൻ്റെ കൂടുതൽ ഞങ്ങൾ പഠിച്ചു കാണിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം കളിക്കാൻ നിങ്ങൾ സമയം തരണം. അദ്ദേഹം സമയം കൊടുത്തു. വളരെ ഭംഗിയായി കൃത്യമായി അവർ സമയം കളിച്ച് ഇതെല്ലാം നിർത്തി. ഇത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിൽ തോന്നിയ സന്തോഷം ഈ അധ്യാപകനോട്, ആ സന്തോഷത്തിനുള്ള നന്ദിയായിട്ട് കുട്ടി ചെയ്തതായിരുന്നു ഈ റൂം ക്ലീൻ ചെയ്യുക എന്നത്. അതിനാണ് ആ കുട്ടിയുടെ ജീവിതം എന്നേക്കായി അവസാനിച്ചത്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സമ്മാനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സേവനം. നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ADHD-ക്കാരൻ ആരാ? ADD-ക്കാരൻ ആരാ? ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ളതിൻ്റെ പേരിൽ അവനെ പൊട്ടനെന്നൊന്നും പറഞ്ഞ് കുടുങ്ങരുത്. ഇവനും നേടും നാളെ. നമ്മളവനെ നശിപ്പിക്കുന്നതിൻ്റെ പരമാവധി നശിപ്പിച്ചിട്ട് അവസാനത്തൊരു നാമ്പ് ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാകുന്നൊരു സമയം ഉയരും. ഈ വിദ്യാലയത്തിൽ നിന്ന് ഇവൻ പുറത്ത് കിടക്കുമ്പോൾ ഇവൻ ഉന്നതനാകും. അതുവരെ നമ്മുടെ കരാളഹസ്തങ്ങളിൽ ഇവൻ കിടക്കൂ. പുറത്തിറങ്ങുമ്പോൾ ഇവൻ ഉയരങ്ങളിലെത്താൻ സാധ്യത കൂടുതലാണ്.
അതുകൊണ്ട് ഞാൻ പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്നത് ഒരു ന്യൂനതയൊന്നുമല്ല, അതൊരു അരുതായ്മയല്ല, അതൊരു പ്രശ്നമല്ല, സാധ്യതകൾ മാത്രമാണ്. ചിലപ്പോൾ മറ്റുള്ള നോർമൽ സ്റ്റുഡൻസിനും എബോ ഇവർ നേടാനുള്ള സാധ്യതയാണത്. ഇത് നമുക്ക് മനസ്സിലായാൽ എൻ്റെ ഈ സംസാരം ധന്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12:50 ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് 1 മണി മുതൽ എത്ര സമയമാണ് ലഞ്ചിന് വേണ്ടി ബ്രേക്ക് ആവശ്യം? 2 മണിക്ക് അല്ലേ? 2 മണിക്ക് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 10 മിനിറ്റിനിടയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടപെടണമെന്നോ ചോദിക്കണമെന്നോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായി ചോദിക്കട്ടെ. ആർക്കും ഇടപെടാം. സാധാരണ കുട്ടികളുടെ സ്നേഹം നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജനറൽ ചെറിയ ക്ലാസ്സിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തൊക്കെ ലാസ്റ്റ് ആയിട്ടുണ്ടോ? അതിനേപോലെ പോകുമ്പോൾ കുട്ടികൾ തെരച്ചിലോ അല്ലെങ്കിൽ സ്നേഹം നമുക്ക് കാണാനില്ല, പൊതുവെ കാണുന്നില്ല. അവ സ്നേഹം അത്രേ ഉണ്ടാവില്ലേ? എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട ഭാഷകളിൽ ചോദ്യം വരുന്ന ഒരു ഏരിയയാണിത്. എന്താ? കുട്ടികൾ ഒരു 9-10 വയസ്സ് ശേഷമാകുമ്പോൾ സ്നേഹം കുറയുന്നു. സത്യം അങ്ങനെയല്ല. പിന്നെ നമ്മൾ അവരുടെ ഭാഷയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നത് ഈ റേഞ്ച് എത്തുമ്പോഴാണ്. അതായത് കുട്ടികൾ നല്ല പെർഫോംഡായ ഏജിലേക്ക് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ ലാംഗ്വേജിൽ തുടരും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പം എല്ലാവർക്കും നല്ലോണം എഴുന്നേറ്റ് നടക്കാൻ അറിയുന്ന ആളല്ലേ? നിങ്ങളിൽ ഒരാളെ ഞാൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു, ഒരാൾ വലതുഭാഗത്തും ഒരാൾ ഇടതുഭാഗത്തും കൈ തോളിൽ വെപ്പിച്ചിട്ട് ഒരു ശയ്യാവലംബിയായ രീതിയിൽ ഒരാൾ അങ്ങനെ നടത്തിച്ചാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? നിങ്ങൾക്ക് സ്വീകാര്യാവോ? ഇല്ല. നിങ്ങൾക്ക് അസഹനീയമാകൂലേ? യെസ്. ഇതേപോലെയാണ് നിങ്ങൾ ഈ മക്കളോട് അവർ മുതിരുമ്പോൾ പെരുമാറുന്ന പെരുമാറ്റം. എന്താ? കൊച്ചു കുഞ്ഞുങ്ങളോട് സംസാരിച്ച അതേ ലാംഗ്വേജ്. അവരെ ഒരു വ്യക്തിയായി കണ്ട് സന്ദർഭോചിതമായ ഏജ് അപ്രോപ്രിയേറ്റഡ് പ്രായാനുസൃതമായ പെരുമാറ്റത്തിലേക്കും ഉത്തരവാദിത്വ വിഭജനങ്ങളിലേക്കും നമ്മൾ മാറുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോഴും അവൻ കുട്ടി ഇങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്. അവർക്ക് സ്നേഹം കിട്ടാതെ തിരിച്ചു തരാൻ കഴിയും? അപ്പോഴും നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ തരുന്നുണ്ട്, നമ്മൾ കാണൂല. കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ തരുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല. ഈ പ്രായം മാറുമ്പോൾ അവരെ റെസ്പെക്റ്റീവായിട്ട് പെരുമാറണം. കുട്ടിയോട് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റീവായി സംസാരിച്ച് ശീലിക്കണം. ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ, ഒരു പ്രിൻസിപ്പാൾ മുതൽ ഒരു വെഹിക്കിൾ സ്റ്റാഫ് വരെയുള്ള ഓരോ വ്യക്തിയും ആ സ്ഥാപനത്തിൽ വെച്ചൊരു കുട്ടിയോട് ഒരിക്കലും എടാപോടാ ശൈലി പാടില്ല, ഷുഡ് സ്റ്റൈൽ പാടില്ല. പകരം റെസ്പെക്റ്റീവായിട്ട് സംസാരിക്കുന്നൊരു ശീലി. ആക്ഷൻ പോലും ഇങ്ങോട്ട് എന്ന് പറയുന്നതിന് പകരം ആക്ഷൻ കാണിക്കുമ്പോൾ ഈ ആക്ഷൻ ഷുഡാണ്. ഇപ്പോൾ ഒരാൾ കടന്നു വരാൻ നോക്കുമ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്നു പറയുന്നത് ഷുഡാണ്, പകരം ഇരുന്നോളൂ. വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കണം. ഇങ്ങനെ ശീലമുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ മന്ത്സ് ഈ കുട്ടികൾ മാറും. നിങ്ങൾ എക്സ്ട്രാ വലിയ ക്ലാസ് ഒന്നും എടുക്കണ്ട. ഈ കുട്ടികൾ വളരെ ഡീസൻ്റായിട്ട് പെരുമാറും.